ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? സച്ചി എന്ന വലിയ മനുഷ്യൻ്റെ മനസ്സ്, അതായത് സച്ചിക്ക് എന്തുമാത്രം എല്ലാവരോടും സ്നേഹമുണ്ട്. സച്ചിയുടെ അച്ഛനെയും അമ്മയും കൂടപ്പറപ്പുകളെ എത്ര സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്നത്തെ എപ്പിസോഡ്. അതായത് നമുക്ക് നെഞ്ച് പൊട്ടിപ്പോകും. സച്ചിയുടെ ഓരോ വാക്കും നമ്മുടെ ഹൃദയത്തിൽ തട്ടുന്ന എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ്. സച്ചി ഫുള്ള് ഫിറ്റായിട്ടാണ് വീട്ടിൽ വന്നിരിക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, സച്ചിയുടെ അച്ഛൻ നിസ്സഹായനാണെന്ന് അറിഞ്ഞപ്പോഴുള്ള ഒരു വേദനയും സച്ചിക്ക് എല്ലാവരെയും വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാനുള്ള ആഗ്രഹമുണ്ടെന്ന് ശ്രുതി പറഞ്ഞതിൻ്റെ വേദനയെല്ലാം കൂടിയിട്ടാണ് സച്ചി മദ്യപിച്ച് വന്നേക്കുന്നത്. സച്ചി അങ്ങനെ വീട്ടിൽ കയറി വന്നപ്പോൾ രവീന്ദ്രൻ ചോദിക്കണം, മോനെ നീ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛ എൻ്റെ മനസ്സിലത്തെ സങ്കടം കൊണ്ട് അച്ഛ, മനസ്സിൽ സങ്കടം സഹിക്കാൻ വയ്യാതെ ഞാൻ കുടിച്ചത്, എന്നോട് പൊറുക്കണം അച്ഛ എന്നൊക്കെ പറയണം. മോനെ കുടി ഒന്നിനും പരിഹാരമല്ല, സങ്കടം മാറ്റാൻ നീ കുടിക്കുകയാണോ ചെയ്യാന്നൊക്കെ ചോദിക്കുകയാണ് രവീന്ദ്രൻ. അപ്പോൾ സച്ചി പറയണം, പറ്റിപ്പോയി അച്ഛ, അങ്ങനെ വന്നു പോയി. എൻ്റെ അച്ഛൻ ആവുന്ന കാലത്ത് മുഴുവൻ ഡ്രൈവറായി വണ്ടി ഓടിച്ച് കുടുംബം പുലർത്തി എല്ലാവരെയും പഠിപ്പിച്ച് നല്ല നിലയിലാക്കി അച്ഛൻ എല്ലാം ചെയ്തു. ലാസ്റ്റ് അച്ഛനൊരു റൂം എടുക്കാനുള്ള ഗതി ഇല്ലാണ്ടായി പോയില്ല അച്ഛാ. അതൊക്കെ കൂടി ആലോചിച്ചപ്പോൾ എനിക്ക് സങ്കടം വന്നിട്ട് അച്ഛനോട് പൊറുക്കണം അച്ഛ എന്നൊക്കെ പറയണം. അപ്പോൾ ചന്ദ്ര പറയണം, ഓ ആട്ടം തുടങ്ങിയോ എന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്ര സച്ചിനെ കുറ്റപ്പെടുത്താണ്. അപ്പോൾ സച്ചി ഇങ്ങനെ എണ്ണി ഓരോ സങ്കടങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ നല്ലോണം ഞങ്ങളുടെ വീട് നോക്കി. അപ്പോൾ ചന്ദ്ര, ഇത് എൻ്റെ അച്ഛൻ എനിക്ക് തന്ന വീടാണ്, നിങ്ങളുടെ അച്ഛൻ നിങ്ങൾക്ക് തന്ന വീടാണെന്നുണ്ടെങ്കിൽ അത് തരുമ്പോൾ എത്ര ചെറിയ വീടായിരുന്നു, അത് ഇന്നത്തെ ഈ രീതിയിലുള്ള വീടാക്കിയത് അച്ഛനല്ലേ, അച്ഛൻ കഷ്ടപ്പെട്ടിട്ടല്ലേ. എന്നിട്ട് ഇപ്പം അച്ഛനൊരു മുറി എടുക്കുമ്പോൾ എല്ലാവരുടെയും മുമ്പിൽ കൈ നീട്ടേണ്ട അവസ്ഥയായില്ലേ എന്നൊക്കെ പറയണം. അപ്പോൾ എല്ലാവരും വന്നു, ഹാളിലേക്ക് വന്നപ്പോൾ എല്ലാവരും സച്ചി പറയുന്നത് കേൾക്കുന്നുണ്ട്. എന്നോട് പൊറുക്കണം അച്ഛൻ, മനസ്സിലത്തെ സങ്കടം കൊണ്ട് കുടിച്ചതാ, ഞാൻ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യും, അച്ഛൻ്റെ കാര്യം ചെയ്യും, എൻ്റെ കാറ് വിറ്റോ, ഞാൻ കുറച്ച് കട എടുത്തിട്ട് തരാം, അങ്ങനെ എൻ്റെ എല്ലാ ഇതും ഞാൻ അച്ഛന് തരാം, അച്ഛൻ റൂം എടുത്തോ, കുഴപ്പമില്ല, അച്ഛൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അച്ഛൻ അത് എടുത്തോട്ടെ, ഞാൻ കാരണമല്ലേ ഇപ്പോൾ ഈ പ്രശ്നങ്ങളുണ്ടായി എന്ന് പറയണ. സച്ചിനെ ആർക്കും വേണ്ടാത്തവനാ, കണ്ടില്ലേ അമ്മയ്ക്ക് പോലും എന്നെ വേണ്ട, പെറ്റിട്ട് എന്നെ അച്ഛമ്മയുടെ അടുത്ത് ഉപേക്ഷിച്ച് പോകുന്നോളാം, അമ്മ എന്നെ തള്ളി പറഞ്ഞവളാ. എൻ്റെ കൂടെ കൂടിയതിന് ശേഷം കണ്ടില്ലേ എൻ്റെ ഭാര്യ രേവതി, ഇവൾക്ക് പോലും ഒരു സ്വസ്ഥതയില്ലാത്ത ജീവിതമായിപ്പോയി. സച്ചി വേണ്ടാത്തവനാ, സച്ചി ഹാളിലും ടെറസിലൊക്കെ കിടക്കുക, എൻ്റെ ഈ ഭാര്യ രേവതി അവൾ പോലും എൻ്റെ കൂടെ കൂടിയതിന് ശേഷം ടെറസിലും ഹാളിലും കിടക്കേണ്ട ഗതികേടായി. എടാ ശ്രുതി, നീ പറഞ്ഞല്ലോ എനിക്ക് നിങ്ങളെയൊക്കെ പറഞ്ഞു വിടാനുള്ള സ്വാർത്ഥതയാണ്, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഹാളിലും ടെറസിലും കിടക്കണോടാ, എനിക്ക് സ്വന്തമായിട്ടൊരു മുറി പോലും ഇവിടെ ഇല്ല, ഞാൻ എന്നിട്ട് അതിനൊരു സങ്കടം നിങ്ങളോട് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എനിക്കങ്ങനെ കിടക്കണം എന്നുണ്ടെങ്കിൽ, റൂമിൽ കിടക്കണം എന്നുണ്ടെങ്കിൽ എനിക്കത് ആദ്യമേ ആവായിരുന്നില്ലേ? സങ്കടമുണ്ട്, നിങ്ങളിങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല, എൻ്റെ കുടുംബം എപ്പോഴും കൂടെ നിൽക്കണം എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറയണം. പാവം രേവതി പോലും എൻ്റെ കൂടെ കൂടിയതിന് ശേഷം പെട്ടുപോയി എന്നൊക്കെ പറയണം. അച്ഛാ, ഒരിക്കലും അച്ഛൻ്റെ മോൻ സ്വാർത്ഥനല്ല അച്ഛാ, എന്നെ ആർക്കും ഇഷ്ടമല്ല, എന്നെ ഇവിടെ ഇവർക്ക് ആർക്കും എന്നെ ഇഷ്ടമല്ല, അച്ഛൻ എന്നെ മനസ്സിലാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ രവീന്ദ്രൻ പറയണം, മോളെ രേവതി ഇനി സച്ചിനെ വിളിച്ചുകൊണ്ട് പോകും. ആ സച്ചിയേട്ടാ പറയുമ്പോൾ ഞാൻ വരാം. അപ്പോൾ ചന്ദ്ര പറയും, ആട്ടം കഴിയാറായില്ലേ, എല്ലാവരും എന്തിനാ ഈ ആട്ടം കണ്ടുകൊണ്ട് നിൽക്കണം, എല്ലാവരും പോയി കിടന്നുറങ്ങുക എന്നൊക്കെ പറയണം. പക്ഷേ സച്ചി പറയുന്ന ഓരോ വാക്കും ഓരോരുത്തരെയും വേദനിപ്പിക്കുന്നുണ്ട്. വർഷ, ശ്രീകാന്ത്, ശ്രുതി എല്ലാവരും ആകെ ഷോക്കേറ്റ് പോലെയാണ് നിൽക്കണം. പക്ഷേ മനസ്സിൽ അവർക്ക് സച്ചിയോട് സിമ്പതിയാണോ എന്താണെന്നറിയില്ല, എന്തായാലും അവരൊക്കെ ഷോക്കേറ്റ് പോലെയാണ് നിൽക്കണം. അങ്ങനെ പറയും, മോളെ രേവതി നീ അവനെ കൂട്ടിക്കൊണ്ടേ ഭക്ഷണം കൊടുക്കുക എന്ന് പറയും രവീന്ദ്രൻ. അപ്പോൾ സച്ചി ഇങ്ങനെ പറയണം, നിങ്ങൾ പറഞ്ഞില്ലേ എനിക്ക് ഇവിടുന്ന് എല്ലാവരെയും ആട്ടിപ്പായിപ്പിക്കാനുള്ള ഇൻട്രസ്റ്റാന്ന് പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ അച്ഛൻ്റെ കാലം കഴിയണവരെ ഞാനിവിടെ ഉണ്ടാവുള്ളൂ, എൻ്റെ അച്ഛൻ്റെ കാലം കഴിയണവരെ ഞാനുണ്ട്, ഈ രേവതിയും ഇവിടെ ഉണ്ടാവും. എൻ്റെ അച്ഛൻ്റെ കാലം കഴിഞ്ഞ് ഞങ്ങൾ ആ നിമിഷം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങും, പിന്നെ ഒരാൾക്കും ബുദ്ധിമുട്ടായിട്ട് ഞങ്ങൾ പിടിക്കില്ല. എൻ്റെ അച്ഛനാണ് എൻ്റെ ദൈവം, ആ ദൈവം ഉള്ള ഈ വീട് എനിക്കൊരു അമ്പലം പോലെയാണ്. അപ്പം ഞാൻ എൻ്റെ അച്ഛൻ്റെ ജീവൻ വെടിയുന്നവരെ, എൻ്റെ അച്ഛൻ്റെ ജീവൻ പോണവരെ ഞാൻ ഈ വീട്ടിലുണ്ടാവും, അത് ആര് വിചാരിച്ചാലും സച്ചി രവതിയും പോവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടി ഉള്ളിലെ വികാരം മുഴുവൻ പുറത്തേക്ക് പ്രകടിപ്പിക്കുകയാണ് സച്ചി. അങ്ങനെ ചന്ദ്ര എല്ലാവരോടും പോയി കിടന്നുറങ്ങാൻ പറയണ, എല്ലാവരും പോണു. പക്ഷേ സച്ചിയുടെ ഓരോ വാക്കുകളും രവീന്ദ്രൻ്റെ ഹൃദയം പൊടിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് രവീന്ദ്രൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്, സച്ചി പറയണ ഓരോ വാക്കുകൾ രവീന്ദ്രൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനെ എല്ലാവരും കിടക്കാനൊക്കെ പോയി. അത് കഴിഞ്ഞു രവീന്ദ്രൻ ഇങ്ങനെ ഉമ്മർത്ത് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുമ്പോൾ ചന്ദ്ര വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ രവിയേട്ടാ കിടക്കാറായില്ലേ, നിങ്ങളിപ്പോൾ അവൻ പറയണതും കള്ളു കുടിച്ചിട്ട് അവൻ പറഞ്ഞത് ആലോചിച്ചിരുന്നാൽ മനസ്സ് വിഷമിപ്പിക്കാതെ നിങ്ങൾ ഇങ്ങോട്ട് വാ എന്ന് പറയണം. അപ്പോൾ രവീന്ദ്രൻ പറയണം, സച്ചി പറഞ്ഞ ഓരോ വാക്കും എൻ്റെ ഹൃദയത്തിലാണ് കൊണ്ടത് ചന്ദ്രേ, അവൻ പറഞ്ഞതെല്ലാം സത്യമല്ലേ, അവനൊരാൾക്കും ഇഷ്ടമല്ലല്ലോ ഇവിടെ, അവൻ ആർക്കെങ്കിലും വേണ്ടിയിട്ട് അവൻ സ്വാർത്ഥനായിട്ടുണ്ടോ, അവൻ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞ് ഇതുവരെ വാശി പിടിച്ചിട്ടുണ്ടോ, അവനായിട്ട് ജീവിച്ചിട്ടുണ്ടോ, എന്നിട്ടും എല്ലാവർക്കും അവനെ കുറ്റപ്പെടുത്തൽ മാത്രം, നീ പോലെ അവനെ ഒന്ന് സ്നേഹിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറയണം.
നീ പൊക്കോ, ഞാൻ വന്ന് കിടന്നോളാം എന്ന് കൊണ്ട് രവീന്ദ്രൻ ഉറക്കെ കരയാണ് അവിടെ ഇരുന്നിട്ട്. അത് കഴിഞ്ഞ് സച്ചി രേവതിയും കൂടിയിട്ട് രേവതി സച്ചിക്ക് കഴിക്കാനുള്ള ഫുഡ് എടുത്തിട്ട് സച്ചിനും കൊടുന്ന് അടുത്തിരുത്തി, രേവതി നീ കഴിച്ചു വയ്ക്കുമ്പോൾ ഇല്ല സച്ചേട്ടൻ കഴിക്കുന്നിട്ട് ഞാൻ കഴിച്ചോളാം പറയണം. അപ്പോൾ സച്ചി ഇങ്ങനെ കരഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ രേവതിയോട് പറയാണ്, രേവതി എൻ്റെ കൂടപ്പുറപ്പോൾ എൻ്റെ ഏട്ടനും എൻ്റെ അനിയനും ഇല്ലാണ്ട് ഞാൻ എങ്ങനെയാണ് രേവതി ഇവിടെ ജീവിക്കുക? എന്നിട്ട് അവൻ പറഞ്ഞു, ശ്രുതി പറഞ്ഞു, എന്നെ ഇവിടുന്ന് ഇറക്കി വിടാൻ വേണ്ടിയിട്ടാണ്, അവനെ ഇവിടുന്ന് ഇറക്കി വിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കളി മുഴുവൻ കളിക്കുന്നതെന്ന്. എനിക്ക് അവരില്ലെങ്കിൽ എൻ്റെ നെഞ്ചിൽ ശ്വാസം ഉണ്ടോ രേവതി? നിനക്ക് അറിഞ്ഞൂടെ എന്നെ? ഇവരൊന്നും എന്നെ സ്നേഹിക്കണില്ലല്ലോ രേവതി, ഞാൻ മനസ്സിലാക്കണ പോലെ ഇവരാരും എന്നെ മനസ്സിലാക്കണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഇരുന്ന് കരയാണ്. അങ്ങനെ ഒരു സച്ചിയുടെ ഹൃദയം തകർന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ. അത് കാണുമ്പോൾ രേവതിയും കരയുന്നുണ്ട് കേട്ടോ. രേവതിക്കും ഭയങ്കര സങ്കടമാണ്. സച്ചിയുടെ വേദന മുഴുവൻ രേവതി ഉൾക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹൃദയം തകർന്നിട്ടുള്ള ഒരു എപ്പിസോഡായിട്ടാണ് ഇന്നത്തെ ചെമ്പന്നിപ്പൂവ്. നാളത്തെ കഥയുമായി വീണ്ടും വരാം. വീണ്ടും കൂട്ടുകാരോട് പറയുക, എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു.